ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാകുന്നത് ഇമാറാത്തി മോഡൽ മജ്ബൂസാണ്. എന്നുവെച്ചാല് ഇമാറാത്തി മോഡൽ കേരള മജ്ബൂസ്. അപ്പൊ ഇമാറാത്തി മോഡൽ ആണെങ്കിൽ ഇതിന് അതിന് വേണ്ടിയിട്ട് തക്കാളി അച്ചാണ്, ടൊമാറ്റോ പേസ്റ്റ് വേണം, പച്ചവെള്ളം ലസ്സിതായി, കരുവേപ്പില ലസ്സിതായി, വേറെ ഒന്നും വേണ്ട. എന്നാൽ തന്നെ ഇമാറാത്തി മജ്ബൂസ് തന്നെയായി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 2.5 കിലോ കോഴി എടുത്തിട്ടുണ്ട്. പിന്നെ 3 കിലോ അരിയാണ്. 3 കിലോ അരി നന്നായിട്ട് ബാസ്മതി അരി നന്നായിട്ട് കഴുകി വിനീഗർ ഒഴിച്ചിട്ടാണ്. ഇപ്പൊ ഞാൻ 7 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇവിടെ ചെറുതാക്കി കട്ടിയതാണ്. ഒരു 6 തക്കാളി, മല്ലിച്ചപ്പ് 40 ഗ്രാം, കരുവേപ്പില കുറച്ച്, ഒരു 10-20 തക്കാളി, 10-20 പച്ചമുളക്, ഇഞ്ചും വെളുത്തുള്ളി ഒരു 50 ഗ്രാം എടുത്തിട്ടുണ്ടാവും. പിന്നെ അറബി മസാല എടുത്തിട്ടുണ്ട്, മദ്രാസ് കറി എടുത്തിട്ട്, കുരുമുളക് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇതിൽ 1.5 ടേബിൾ സ്പൂണ് അറബി മസാലയാണ്. ഇത് 1/2 ടേബിൾ സ്പൂണ് മദ്രാസ് കറി പൗഡറാണ്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അപ്പൊ കുരുമുളക് ഒഴിവാക്കണം. പിന്നെ ഇമാറാത്തി മജ്ബൂസ് ആണെങ്കിൽ അത്രയും വേണ്ടു. ഇതാണ് സകലകല വല്ലവൻ ചപ്പാണിത്. അത് ഇടുക. അതെല്ലാം പോലെ ഉണ്ടാവും. അതേപോലെ ഉണ്ട്. ഇവിടെ ഉണ്ട് മരം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇനി ഇതിന് റെഡിയല്ല സംഭവം. ഓക്കെ, മതി. പട്ട, കുരുമുളക് 1 ടേബിൾ സ്പൂണ്, ഏലക്ക 10 കറുത്ത ഏലക്ക ഒരു 4 5. പിന്നെ പട്ട കുറച്ച് 4, പിന്നെ കത്തോലം ഒരു 5-10 ഗ്രാമ്പു, ഒരു ജാതിപത്രി. ഇത്രയാണ് മസാല. ഇതെന്തിനാണെന്ന് വെച്ചാല് ഈ ഏലക്കയും ഗ്രാമ്പും മെല്ലെ ചോറമ്പളക്കി ഇന്നലെ മെല്ലെ ഓരോന്നും എടുത്ത് കളഞ്ഞാൽ മതി. അല്ല ഈ ഏലക്ക തിന്നുന്ന സമയത്ത് കടിച്ചു പോയാലും വല്ലാത്തൊരു രസമായിരുന്നു. അപ്പൊ പരമാവധി ഒഴിവാക്കിയാൽ മതി. അതിന് ശേഷം ഇതേ പറയുന്നുള്ളൂ. മജ്ബൂസിന്റെ ചെമ്പ് ചൂടായിട്ടുണ്ട്. എണ്ണ വെച്ചിട്ടുണ്ട്. ഒരു 150 ഗ്രാം വെളിച്ചെണ്ണയാണ് വെച്ചത്. തോന്നല് ശേഷം എന്ത് ചെയ്യണോ? ഉള്ളി ഇടണോ? ഉള്ളി അപ്പൊ ബാങ്ക് കൊടുത്ത് തക്കാളി ഇട്ട് ഇനിയിപ്പോ ബാക്കി മസാല ഇടണം. കോഴി ഇട്ടു. ഇനി എന്ത് ചെയ്യണം? ചെറിയ തീയിൽ വേണം. നല്ലോണം ബന്ധരേശായ അരിയിടാൻ പാടുള്ളൂ. നല്ലോണം വേട്ടെ ചെറിയ തീയിൽ. കസൂരി മേത്തി ഇടുന്നുണ്ട്. അത് ആദ്യം പറയാൻ മറന്നതാണ്. അപ്പൊ അതിട്ടു. പിന്നെ എന്ത് ചെയ്യണ? നല്ല ചിക്കൻ പേട്ടെ. അരി ഇട്ടു. വെള്ളം പറഞ്ഞോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞത് പറഞ്ഞോ? കുറച്ചുകൂടി അരിയിട്ട് വെള്ളം പറന്ന് ഇനിയിപ്പോ ഒന്ന് നല്ലോണം കത്തിച്ചിട്ട് എന്ത് ചെയ്യണോ? അരിയും വെള്ളവും സമായി കഴിഞ്ഞാല് തീയെടുത്ത് മുകളിലിട്ടായി. ചോറ് കണ്ടേ? അടിപൊളി. നീ ചേച്ചി കൊടുത്തിട്ട് ചോറ് കണ്ടേ? ചോറ് കണ്ടേ? ചോറ് കണ്ടേ? ഇങ്ങോട്ടോക്കെ ചോറ് കണ്ട് മോളെ. രസമുണ്ട്. ചെറുണ്ട്.